ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ക്രിപ്റ്റോ കോഴ്സിലെ ചാപ്റ്റർ 1 പാർട്ട് 2 സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആണ് പറയാൻ പോകുന്നത് ക്രിപ്റ്റോ തന്നെ ഏറ്റവും ബേസിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജിനെ കുറിച്ചും ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി? ബ്ലോക്ക് ചെയിൻ ടെക്നോളജിനെ സിമ്പിളായിട്ട് ഒരു സ്റ്റോറി വെച്ച് പറഞ്ഞുതരാം. ഒരു 4 പേരുണ്ട്. ഈ 4 പേരും ഒരു വീട് റെൻറ്റിനെടുത്ത് താമസിക്കാൻ കയറുക. സോ ഇവർക്ക് പല രീതിയിൽ എക്സ്പെൻസ് വരും. ഇലക്ട്രിക് ബില്ലായാലും അവിടുത്തെ വീടിൻ്റെ ആ ഒരു റെൻ്റായാലും ഫുഡ് എക്സ്പെൻസുകളായാലും ബാക്കി ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ. സോ ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ എക്സ്പെൻസുകളും ഇവർ ഓരോരുത്തരായി ചെയ്യുക. ഈ ഓരോ എക്സ്പെൻസുകളും ഇവർ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു നോട്ട് ബുക്കിൽ ആ ഓരോ ചിലവുകളും എഴുതി വെക്കാം. ഈ പറഞ്ഞ സിസ്റ്റത്തെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയാം. അത് എല്ലാ കാര്യങ്ങളും എല്ലാ ഡാറ്റകളും ഒരൊറ്റ ഡയറിയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ അത് സെൻട്രലൈസേഷനാണ്. ഇവരുണ്ടാകുന്ന മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഡയറി മിസ്സിങ് പ്രോബ്ലം. ഇവരെല്ലാവരും എഴുതുന്നത് ഒരു ഒറ്റ ഡയറി ആയതുകൊണ്ട് ആ ഒരു ഡയറി മിസ്സായി കഴിഞ്ഞാൽ അവർ എഴുതിയിട്ടുള്ള എല്ലാ ഡാറ്റകളും അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻസുകളും അവർക്ക് മിസ്സായി പോകും. രണ്ടാമത്തെ പ്രശ്നമാണ് ചീറ്റിംഗ് പ്രോബ്ലം. ഇപ്പോൾ ഉദാഹരണത്തിന് മൂന്നാമത്തെ ഒരാൾ 500 രൂപയ്ക്ക് സാധനമാണ്. ഈ ഒരു കാര്യം ഡയറിയിൽ എഴുതുന്ന സമയത്ത് മറ്റൊരില്ലാത്ത സമയത്ത് 700 രൂപയ്ക്ക് എഴുതി. അവിടെ ഒരു ചീറ്റിംഗ് ആണ് നടക്കുന്നത്. സോ ഇങ്ങനെ ചീറ്റിംഗ് ഉണ്ടാവാനും ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഈ പറഞ്ഞ സെൻട്രലൈസേഷനിലുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനായി ഇവർ 4 പേരും ഓരോരുത്തർക്ക് വെച്ച് 4 ഡയറി വെച്ച് കൊടുത്ത്. ഇപ്പോൾ ഒന്നാമത്തെ ഒരാൾ 1000 രൂപയ്ക്ക് സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ആളുടെ ഡയറിയിലും ആ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസ് ചെയ്തു, ഒപ്പം തന്നെ ആ വാങ്ങിയ ബില്ലുൾപ്പെടെ അത് സത്യമാണ് എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ഓരോരുത്തരും അവരുടെ ഡയറിയിൽ ആ 1000 രൂപയ്ക്ക് സാധനം വാങ്ങിയ കാര്യം കൃത്യമാക്കി എഴുതി വെക്കും. നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം ഒരു ഡയറി മിസ് ചെയ്താൽ പോലും ബാക്കി 3 ഡയറി ഉണ്ടായതുകൊണ്ട് തന്നെ അവരുടെ ഡാറ്റ ലോസ് ആകുന്ന പ്രശ്നവുമില്ല. അതിൻ്റെ ബില്ല് 4 പേർക്കും കാണിച്ചു കൊടുത്ത് 4 പേരും വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായ ചീറ്റിംഗ് പ്രോബ്ലവും ഇവിടെ ഉണ്ടാകുന്നില്ല. ഈ സിസ്റ്റത്തിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ ഒറ്റ ഡയറി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് സെൻട്രലൈസേഷനും ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ 4 ഡയറിയിലും 4 പേരും കൊടുക്കുന്നതിന് ഡീസെൻട്രലൈസേഷൻ. എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? രണ്ടോ രണ്ടിലധികമോ കമ്പ്യൂട്ടേഴ്സ് കൂടുമ്പോഴാണ് അതൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കായി മാറുക. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള ഓരോ കമ്പ്യൂട്ടേഴ്സിന് നോഡ് എന്നാണ് പറയുക. ഇനി ബ്ലോക്ക് ചെയിനിലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് ചെയിൻ ഫുള്ളി ഡീസെൻട്രലൈസേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ഫുള്ളി ഡീസെൻട്രലൈസേഷനാണ്. പേര് പോലെ തന്നെ ബ്ലോക്ക് ചെയിനിൽ ഓരോ ബ്ലോക്കുകളിലായിരിക്കും ഡിജിറ്റൽ ഫോർമാറ്റിലെ ഡാറ്റകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ബ്ലോക്ക് ചെയിനിൻ്റെ ഓരോ ബ്ലോക്കും ചെയിൻ പോലെ കണക്റ്റഡ് ആയിരിക്കും. ബ്ലോക്ക് ചെയിൻ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജേഴ്സാണ്. സെൻട്രലൈസേഷൻ പോലെ ഒരൊറ്റ ഇതിലല്ല ഡാറ്റ സ്റ്റോർ ചെയ്യുക. ആ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലും ഡാറ്റകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിൻ അത്രയും സേഫും സെക്യൂർ ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഒരു ബ്ലോക്കിനടുത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ബ്ലോക്കിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഡാറ്റ. ബ്ലോക്ക് ചെയിൻ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഡാറ്റകളും ഡിഫറെൻ്റ് ആയിരിക്കും. കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ പോലെ അവിടെ ഉണ്ടാകുന്ന ഡാറ്റകൾ അവർ എഴുതിക്കൊണ്ടിരുന്നത് അവർക്കുണ്ടായ എക്സ്പെൻസുകളായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഡാറ്റകൾ. എന്നാൽ ഒരു ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിന് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കും. അതായത് ബിറ്റ്കോയിൻ സെൻഡ് ചെയ്ത ആളുടെ വാലറ്റ് അഡ്രസ്സോ റിസീവറുടെ വാലറ്റ് അഡ്രസ്സോ പിന്നെ എത്ര എമൗണ്ട് ഓഫ് ബിറ്റ്കോയിൻ ആണ് സെൻഡ് ചെയ്തതെന്നായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഡാറ്റകളും. രണ്ടാമതാണ് ഹാഷ്. ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാകുന്ന ഓരോ ബ്ലോക്കിൻ്റെയും ഹാഷ് ഡിഫറെൻ്റ് ആയിരിക്കും, യൂണീക്ക് ആയിരിക്കും. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഡിഫറെൻ്റ് ആയതുപോലെ തന്നെ ഓരോ ബ്ലോക്കിൻ്റെയും ഹാഷും ഡിഫറെൻ്റ് ആയിരിക്കും. അടുത്തതാണ് ഹാഷ് ഓഫ് പ്രീവിയസ് ബ്ലോക്ക്. ഒരു ബ്ലോക്കിൻ്റെ ഡയറക്റ്റ് ബാക്കിലുള്ള ബ്ലോക്കിൻ്റെ ഹാഷ് ആയിരിക്കും ആ ഒരു ബ്ലോക്കിൻ്റെ പ്രീവിയസ് ബ്ലോക്കിൻ്റെ ഹാഷ്. ഇതുകൊണ്ട് തന്നെയാണ് ബ്ലോക്ക് ചെയിനിൽ ഓരോ ബ്ലോക്കുകളും ചെയിൻ പോലെ കണക്റ്റഡ് ആകാനുള്ള കാരണം. ബ്ലോക്ക് ചെയിനിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റുകളാണ് ഒന്നാണ് ഡീസെൻട്രലൈസേഷൻ. ബ്ലോക്ക് ചെയിൻ ഡീസെൻട്രലൈസേഷൻ ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിനിൽ ആർക്കും ഒരു രീതിയിലുള്ള കൺട്രോളും ഉണ്ടാവില്ല. ബ്ലോക്ക് ചെയിൻ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിൻ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും ആർക്കും വേണമെന്നുണ്ടെങ്കിലും നോക്കാൻ പറ്റും. പക്ഷെ അതിൽ ഒരു രീതിയിലുള്ള ചേഞ്ചസും കൊണ്ടുവരുത്താൻ പറ്റുമല്ലോ. ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോഗ്രാഫി, സ്മാർട്ട് കോൺട്രാക്ട് പോലത്തെ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത്രക്കും സേഫും സെക്യൂറാണ് ക്രിപ്റ്റോ കറൻസി. അതിനു മുന്നേ എന്താണ് കറൻസി? നമുക്ക് എന്തൊരു സാധനം ബൈ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളവിടെ യൂസ് ചെയ്യുന്നത് കറൻസീസാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസീസിനെയാണ് ഫിയാറ്റ് കറൻസീസ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ആ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് പ്രിൻറ്റ് ചെയ്ത് ഇറക്കുന്ന കറൻസീസിനാണ് ഫിയാറ്റ് കറൻസീസ്. അതുകൊണ്ട് തന്നെ ആ കറൻസീസിൻ്റെ ഫുൾ കൺട്രോളും ആ ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. നമ്മളിന്ന് ഇന്ത്യയിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഫിയാറ്റ് കറൻസീസാണ് INR, ഇന്ത്യൻ റുപ്പി. അതോടൊപ്പം തന്നെ US യൂസ് ചെയ്യുന്നതാണ് US ഡോളർ.
ഇങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഫിയാറ്റ് കറൻസീസ് ഉണ്ട്. ഫിയാറ്റ് കറൻസീസ് 2 രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്, ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും. എന്നാൽ ഈ പറഞ്ഞ എല്ലാ ഫിയാറ്റ് കറൻസി സിസ്റ്റത്തെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന പുതിയൊരു ടെക്നോളജി ആയിരുന്നു ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള കറൻസീസാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ്. ക്രിപ്റ്റോഗ്രാഫി, സ്മാർട്ട് കോൺട്രാക്ട്, ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത്രക്കും സേഫും സെക്യൂറാണ്. നമുക്ക് ക്രിപ്റ്റോ കറൻസി ഫിയാറ്റ് കറൻസി തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ആദ്യം തന്നെ ഫിയാറ്റ് കറൻസി എന്നുള്ളത് സെൻട്രലൈസ്ഡ് ആണ്, അതായത് ഗവൺമെൻറ് ആണ് ഫിയാറ്റ് കറൻസീസിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ക്രിപ്റ്റോ കറൻസിയിൽ വരുന്ന സമയത്ത് ഡീസെൻട്രലൈസ്ഡ് ആണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് ക്രിപ്റ്റോ കറൻസിയിൽ യൂസ് ചെയ്യുന്നത്. ഫിയാറ്റ് കറൻസീസ് നമുക്ക് ഫിസിക്കലായിട്ട് യൂസ് ചെയ്യാം, ഡിജിറ്റലായിട്ട് യൂസ് ചെയ്യാം. എന്നാൽ ക്രിപ്റ്റോ കറൻസീസ് വരുന്നത് ഫുള്ളി ഡിജിറ്റലായിട്ട് മാത്രമേ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യാൻ പറ്റൂ. ഫിയാറ്റ് കറൻസീസിന് അൺലിമിറ്റഡ് സപ്ലൈയാണ്. ഗവൺമെൻറ്റിന് എത്ര കറൻസീസ് വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷന് ചാൻസ് ഉണ്ട്. എന്നാൽ ക്രിപ്റ്റോ കറൻസി ഫിക്സഡ് ആയുള്ള ലിമിറ്റഡ് സപ്ലൈ ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻഫ്ലേഷനുള്ള ചാൻസസ് ഇല്ല. ഫിയാറ്റ് കറൻസീസ് കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ബാങ്കിങ് സിസ്റ്റമാണ് അവിടെ യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ക്രിപ്റ്റോ കറൻസിയിൽ വരുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോഗ്രാഫി, സ്മാർട്ട് കോൺട്രാക്ട് പോലത്തെ ഹൈ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത്രക്കും സേഫും സെക്യൂറാണ്. ഫിയാറ്റ് കറൻസീസ് പേയ്മെൻറ്റ്, ടാക്സസ്, ട്രേഡിനും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും ക്രിപ്റ്റോ കറൻസി വെച്ച് ചെയ്യാൻ പറ്റും. ഫിയാറ്റ് കറൻസീസ് ഏകദേശം സ്റ്റേബിളാണ്. എന്നാൽ ക്രിപ്റ്റോ കറൻസിയിൽ വരുന്ന സമയത്ത് ക്രിപ്റ്റോ കറൻസി ഹൈ വോളറ്റൈലാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡും കാര്യങ്ങളും ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫിയാറ്റ് കറൻസീസിന് ഗ്ലോബൽ ആക്സസ് ഇല്ല. ഇപ്പോൾ എക്സാമ്പിളിന് ഞാൻ ഇന്ത്യയിൽ നിന്ന് വേറൊരു രാജ്യത്തിലുള്ള ഒരാൾക്ക് എൻ്റെ കയ്യിൽ ഫിയാറ്റ് കറൻസീസ്, അതായത് INR സെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇമ്പോസിബിൾ ആയ കാര്യമാണ്. ഫിയാറ്റ് കറൻസീസിന് ഒരു ലിമിറ്റേഷൻസ്. ഡിജിറ്റലായിട്ട് ഫിയാറ്റ് കറൻസീസ് സെൻഡ് ചെയ്യുന്ന സമയത്ത് UPI, ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ പേയിൽ പക്ഷേ ഒരു ദിവസം നമുക്ക് ഏകദേശം 1 lakh സംതിങ് ഒക്കെ ഉള്ളു സെൻഡ് ചെയ്യാൻ പറ്റുക. ക്രിപ്റ്റോ കറൻസിയിൽ വരുന്ന സമയത്ത് ക്രിപ്റ്റോ കറൻസിയിൽ ഗ്ലോബൽ ആക്സസ് ഉണ്ട്. ഏതൊരു രാജ്യത്തു നിന്ന് ഏതൊരു രാജ്യത്തിലേക്കും എൻ്റെ ക്രിപ്റ്റോ കറൻസി ഈസിയായി സ്പീഡിൽ എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോ കറൻസിയിൽ ഒരു ലിമിറ്റേഷൻസും ഇല്ല. എനിക്ക് ചെറിയ എമൗണ്ട് മുതൽ മില്യൺസും ബില്യൺസും ഡോളേഴ്സ് വരെ ഈസിയായി ഹൈ സ്പീഡിൽ തന്നെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അടുത്ത പാട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിനെ കുറിച്ചാണ്. That the United States will be the crypto capital of the planet and the Bitcoin superpower of the world, and we'll get it done. Made anywhere else. And if Bitcoin is going to the moon. Every day for the past 4 years I've said buy Bitcoin, don't sell the Bitcoin. I'm going to be buying more Bitcoin. I'm going to be buying Bitcoin at the top forever. I believe Bitcoin is legitimate. We're not selling any Bitcoin. I'm right here watching history be made. Bitcoin is up to $100,000